السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. وأشهد أن محمدا عبده ورسوله الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف رحيم. وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغر الميامين ومن سار على نهجهم إلى يوم الدين. أما بعد. ഏറെ ബഹുമാനരായ സീറ പഠിതാക്കളെ, പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസീറ അത് മനസ്സിലാക്കാനും കേൾക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അല്ലാഹു നമുക്ക് നൽകിയ ഒരു അവസരത്തെ അതിൻ്റെതായ മൂല്യത്തോടു കൂടി തന്നെ ഞാനും നിങ്ങളും നോക്കിക്കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു ജീവിതത്തെ എല്ലാ മേഖലകളിലും പിന്തുടരാനും അത് ജീവിതത്തിൽ അനുവർത്തിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഹജ്ജത്തുൽ വദാ കഴിഞ്ഞു. ഹജ്ജത്തുൽ വദാന് ശേഷമുള്ള ഹജ്ജത്തുൽ വദായിൽ തന്നെ പല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ വാക്കുകളിലൂടെയുള്ള തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്തേക്ക് ആണ് അടുത്തുകൊണ്ടിരിക്കുന്ന സൂചനകൾ നമ്മൾ കേട്ടു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ വ്യാജ പ്രവാചകത്വവാദികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. യമാമയിലെ റഹ്മാൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നപ്പോഴും അതുപോലെ തന്നെ പ്രവാചകന് കത്തയച്ചുമൊക്കെ അധികാരം പങ്കിട്ടെടുക്കാൻ ശ്രമിച്ച മുസൈലിമയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വഹ്ഷി റളിയല്ലാഹു അൻഹു പിന്നീട് പ്രവാചകന്റെ വഫാത്തിനൊക്കെ ശേഷം യമാമ യുദ്ധത്തിൽ ഖാലിദ് റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുത്ത യമാമ യുദ്ധത്തിൽ വെച്ച് മുസൈലിമയെ കൊല്ലുന്നതും ഒക്കെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ രണ്ട് വ്യാജ പ്രവാചകത്വവാദികളെ കുറിച്ചുള്ള സ്വപ്നം കണ്ടതും ഒക്കെ നമ്മൾ പറഞ്ഞു. അതിൽ മറ്റൊരാളായിരുന്നു അൽ അസ്വദുൽ അൻസി. മുഖം സദാ പുതപ്പ് കൊണ്ട് മൂടിക്കൊണ്ട് നടന്നിരുന്ന ഒരു ആഭിചാരക്കാരനും ഒരു ജ്യോതിഷിയും ഒക്കെയായിരുന്ന മനുഷ്യനായിരുന്നു അസ്വദുൽ അൻസി. അയാളുടെ പ്രത്യേകത, അയാൾ ജനങ്ങളെ ആകർഷിക്കുന്ന വാക്കുകൾ പറയുന്ന, ഈ പ്രാസമൊപ്പിച്ചുള്ള മന്ത്രങ്ങൾ പോലെയുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന, ആളുകളെ തന്നിലേക്ക് തൻ്റെ വാക്കുകൾ കൊണ്ട് ആകർഷിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനായിരുന്നു അസ്വദുൽ അൻസി. അയാൾ യമനിലാണ്. യമനിലെ തലസ്ഥാനമായ സ്വനായിലാണ് അയാളുടെ കേന്ദ്രം. മുസൈലിമെ പോലെ അയാളും അവകാശപ്പെട്ടത് പേരായിരുന്നു റഹ്മാൻ എന്ന പേര്. ഞാൻ റഹ്മാനുൽ യമനാണ്, യമനിലെ കരുണാവാരിധിയായ ദൈവമാണ്, പ്രവാചകനാണ് എന്നാണ് അസ്വദും അന്ന് വ്യാജമായി അവകാശപ്പെടുന്നത്. അസ്വദ് അയാളുടെ യഥാർത്ഥ പേര് അബ്ഹലത്ത് എന്നായിരുന്നു. അബ്ഹലത്ത് ഇബ്നു കഅബ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുഖം ആളുകളെ കാണിക്കാതെ സദാ ഒരു മുഖം മൂടി പോലെ പുതപ്പ് ഇങ്ങനെ മുഖത്തേക്ക് ഇറങ്ങുന്ന തരത്തിൽ ധരിച്ച് എപ്പോഴും ഒരു ഇരുട്ടിൽ ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആളായതുകൊണ്ടാണ് അയാൾ അസ്വദ്, കറുത്തവരെന്ന് വിളിക്കപ്പെടാനുള്ള കാരണം. അതുമാത്രമല്ല, ഇയാളുടെ വാഗ്വൈഭവത്തിൽ കുടുങ്ങി കുറേ ആളുകൾ ഇയാൾ പറയുന്നത് സത്യമാണെന്നും
ഇയാൾ എന്തൊക്കെയോ പ്രത്യേകതകളുള്ളൊരു മനുഷ്യനാണെന്നും മുൻപേ വിശ്വസിച്ചു പോന്നിരുന്നു. ഇയാളൊരു ജ്യോതിഷിയാണ്, നമ്മൾ പറഞ്ഞു, ജ്യോത്സ്യനാണ്. അതുപോലെ തന്നെ മന്ത്രങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആളാണ്. ഇയാളുടെ കൂടെ ബനു അബ്സ് ഗോത്രം, ബനു മിദ്ഹജ് ഗോത്രം, ഇവരൊക്കെ അവസാനം ഇയാൾ വ്യാജ പ്രവാചകത്വമായി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാഇന് ശേഷമുള്ള ഈ സന്ദർഭത്തിലാണല്ലോ അയാൾ വരുന്നത്. അയാളിൽ ഈ ഗോത്രങ്ങൾ പലരും ഇയാൾ പറയുന്ന സത്യമാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി. അതിൽ ബനു മിദ്ഹജ് ഗോത്രം അവർ കുറച്ചുകൂടി അധികാരത്തിന്റെ ഒരു സ്വരം കൂടി കലർന്ന രൂപത്തിലാണ് ഇയാളോട് ബന്ധപ്പെട്ടത്. അവർ പറഞ്ഞു, ഇയാൾക്ക് കത്തെഴുതി നമുക്ക് നജ്റാൻ എന്ന് പറയുന്ന സ്ഥലം അത് നിങ്ങളുടെ കീഴിലാക്കി തരാം, നിങ്ങൾ അവിടുത്തെ ഭരണാധികാരിയെ നിങ്ങളുടെ ഒരു കേന്ദ്രമായി നജ്റാൻ നിങ്ങളുടെ കീഴിൽ, നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ വരുത്താം, നമ്മളൊക്കെ സഹായിക്കാം. അപ്പൊ ഈ നജ്റാൻ ഇപ്പോൾ ഉള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലാണ്, മുസ്ലിങ്ങളുടെ കയ്യിലാണ്. അങ്ങനെ ബനു മിദ്ഹജ് ഗോത്രം ഇയാളോടൊപ്പം ചേർന്ന് ഇയാളെ പിരികയറ്റി ഇയാളെ ഒരു നേതാവാക്കാം എന്നൊക്കെ കത്തെഴുതി. അങ്ങനെ ഇയാളും ഈ ബനു മിദ്ഹജ് ഗോത്രത്തിലുള്ള ആളുകളും ഒക്കെ ചേർന്ന് നജ്റാൻ ആക്രമിച്ചു. അവിടെ ഉണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 വാലിമാരെ, ഗവർണർമാരെ അവരവിടെ നിന്ന് പുറത്താക്കി. അംർ ഇബ്നു ഹസ്ം, ഖാലിദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹുമ, ഇവർ 2 പേരും പ്രവാചകന്റെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു, നജ്റാനിലെ ഉദ്യോഗസ്ഥന്മാർ. അവരവിടെ നിന്ന് പുറത്താക്കി. അവരവിടെ അധികാരം സ്ഥാപിച്ചു. അസ്വദ് സൊനായിൽ തന്റെ സ്ഥലത്തൊരു രാജാവിനെ പോലെ, ഒരു അധികാരിയെ പോലെ അധികാരം കയ്യിലേന്തി ഇങ്ങനെ ഒരു ഭരണാധികാരിയെ പോലെ അസ്വദ് ജീവിക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൊനായിലെ മുഹാജിർ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിനെ ഇതുപോലെ അസ്വദ് യമനിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. ആ സൊന്നാവ് പട്ടണം അയാൾ കീഴടക്കി അയാളും വിശ്വസിച്ച കുറേ ആളുകളും ഒക്കെ ചേർന്നു. പക്ഷെ സ്വഹാബിമാരെ സംബന്ധിച്ചിടത്തോളം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം, പ്രവാചകന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ഈ ഒരു സമയത്ത് ഇയാളുടെ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സമയവും മറ്റും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ ഏതെങ്കിലും സ്വഹാബിമാരെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ റസൂലൊരു കൽപ്പന നൽകി അയാളെ വധിക്കാനുള്ളൊരു സൗകര്യം അന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും പ്രവാചകന്റെ വഫാത്തിന് മുമ്പ് തന്നെ ഫൈറൂസ് ദൈലമി എന്ന് പറയുന്ന മുസ്ലിമായ സ്വഹാബി വര്യൻ തന്നെയാണ് അസ്വദുൽ അൻസിയെ വധിക്കുന്നത്. പല റിപ്പോർട്ടുകളിലും അതിന്റെ സ്വഹീഹും ദഈഫും അല്ലാഹു അലം ഫൈറൂസ് ദൈലമിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഫൈറൂസ് ദൈലമി എന്ന് പറയുന്നത് ചരിത്രത്തിൽ മറ്റു പല കാര്യങ്ങൾ കൊണ്ടും അറിയപ്പെട്ട ഒരു സ്വഹാബി വര്യൻ കൂടിയാണ്. ഇതുപോലെ തന്നെ അസ്വദ് അൽ അൻസിയെ പോലെ തന്നെ മറ്റൊരു മനുഷ്യനായിരുന്നു തുലൈഹത്തുൽ അസദി. അസദ് ഗോത്രക്കാരനായിരുന്ന തുലൈഹത്ത് ഇബ്നു ഖുവൈലിദ്. അയാൾ ജാഹിലിയ കാലത്തും പിന്നീട് ഇസ്ലാമിൽ വന്ന ശേഷവും അയാളെ പറ്റി പറയാറുള്ളത് അറബികളിലെ ഏറ്റവും വലിയ ധീരനായ മനുഷ്യനെന്നാണ്. 1000 പോരാളികൾക്ക് തുല്യൻ എന്നാണ് തുലൈഹയെ കുറിച്ച് പണ്ടും പറയാറുള്ളത്. അത്രമാത്രം വലിയ യുദ്ധത്തിൽ ധീരത പ്രകടിപ്പിച്ചിരുന്ന മനുഷ്യൻ ഖുവൈലിദിന്റെ മകൻ തുലൈഹ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് തന്റെ ഗോത്രത്തോടൊപ്പം, അസദ് ഗോത്രത്തോടൊപ്പം വന്നു, ഇസ്ലാം സ്വീകരിച്ചു. പിന്നെ പ്രവാചകന്റെ അവസാന കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ മുർത്തദ്ദായി പോകുന്ന സമയത്ത് മുർത്തദ്ദായ ഒരു മനുഷ്യനാണ് തുലൈഹത്തുൽ അസദി. പ്രവാചകത്വം പിന്നെ വ്യാജമായി പ്രവാചകത്വ വാദവും ഉന്നയിച്ചു. അയാളോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലുള്ള ആളുകളോടൊപ്പം ചേരാനുള്ള കുറേ ആളുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല വഫ്ദുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. പലരും മുസ്ലിമായി. എന്നാൽ അവരുടെ ഗോത്രത്തിലെ മുഴുവൻ ആളുകളും ഒരുപക്ഷെ മുസ്ലിമായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പൂർണ്ണമായി തൗഹീദിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈമാനിനെ കുറിച്ചോ ഒന്നുമുള്ള അതിന്റെ ബാലപാഠങ്ങൾ പോലും അഭ്യസിക്കാനുള്ള ഒരു അവസരമൊന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പല കാരണങ്ങൾ കൊണ്ട് ജാഹിലിയത്തിന്റെ പല അംശങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ മുർത്തദ്ദായ ആളുകളോട് അതികഠിനമായ നിലപാട് സ്വീകരിക്കേണ്ടി വന്നത്. പലരും പറഞ്ഞു നമുക്ക് നിസ്കാരം പറ്റൂല, സകാത്ത് പറ്റൂല, അങ്ങനെ പല വാദങ്ങളും അവർക്കുണ്ടായി തുടങ്ങി. കാരണം ജാഹിലിയത്തിൽ നിന്ന് ഇസ്ലാമിലേക്കുള്ള പരിവർത്തനത്തിന്റെ ഇടയിൽ ആവശ്യമായ ഇസ്ലാമികമായ അധ്യാപനങ്ങളും ഈമാനികമായ ഒരു ഉറപ്പും ഒക്കെ ലഭിക്കുന്നതിനുള്ള സമയമൊന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു തവണ ഇസ്ലാം പ്രഖ്യാപിക്കുകയും പിന്നീട് മുർത്തദ്ദാവുകയും ചെയ്ത മനുഷ്യനാണ് തുലൈഹ.
എന്നിട്ട് തുലൈഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സന്ധിക്ക് വേണ്ടി കത്തെഴുതുന്നതൊക്കെ പ്രവാചകന്റെ ഈ ഒരു അവസാന കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിറാർ ഇബ്നുൽ അസ്വർ എന്ന് പറയുന്ന സ്വഹാബിയെ ബനു അസദ് ഗോത്രത്തിന്റെ അവരുടെ സക്കാത്തുകൾ പിടിച്ചെടുക്കാനും അവരിലെ ഒരു ഉദ്യോഗസ്ഥനുമായി ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് അയച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ആ ബനു അസദ് ഗോത്രത്തിലുള്ള പല മുർത്തദ്ദാവാൻ നിൽക്കുന്ന ആളുകളിൽ മുർത്തദ്ദായ ആളുകളെയൊക്കെ അദ്ദേഹം നേരിടാനും അവരുടെ കാര്യമൊക്കെ തീരുമാനിക്കാനും ഒക്കെ ആയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ പ്രവാചകന്റെ രോഗമുണ്ടായി, അവിടുന്ന് വഫാത്തുണ്ടായി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് ഒക്കെ ഉണ്ടായി. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ബനു അസദ് ഗോത്രം മുർത്തദ്ദുകളുടെ കാര്യം ഈ പറഞ്ഞൊരു ഫിത്ന പൊട്ടി പുറപ്പെട്ടപ്പോൾ ഈ ഗോത്രത്തിലേക്ക് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെ അയക്കുന്നു. അങ്ങനെ ഖാലിദ് റളിയല്ലാഹു അൻഹു ഈ തുലൈഹയെ അയാളെപ്പോഴും വ്യാജപ്രവാചകത്വവാദം ഉന്നയിക്കണം. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഈ ഗോത്രത്തിലെ ആളുകളെയും ഈ പറഞ്ഞ ഫിത്നയുണ്ടാക്കുന്ന ആളുകളെയും കീഴ്പ്പെടുത്തുകയും പരാജയം കാരണം അതിൽ നാണം കെട്ട് തുലൈഹ ഷാമിലെ ഗസ്സാൻ രാജാക്കന്മാരുടെ അടുത്ത് അഭയം തേടുകയും അവരിലെ ഒരു രാജകുടുംബത്തിന്റെ അടുത്ത് അയാൾ ഒരു സന്ധി ഒക്കെയായി അവിടെ ചെന്ന് കൂടുകയും ഒക്കെ ചെയ്തു. ആലു ജഫ്ന എന്ന് പറയുന്ന ഷാമിലെ ഗസ്സാൻ രാജവംശത്തിലെ ആളുകൾ അവിടെ ചെന്നു. പിന്നെ അദ്ദേഹം വീണ്ടും പ്രവാചകന്റെ ഒക്കെ വഫാത്തിനൊക്കെ ശേഷം ഈ പറഞ്ഞ ഷാമിലെ തൻ്റെ ഒളിച്ച താമസം, ആ താമസത്തിനൊക്കെ ശേഷം തുലൈഹ വീണ്ടും ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാമിലെ വളരെ കർമ്മനിരതനായ നല്ല ഒരു മുസ്ലിമായി തുലൈഹത്ത് ഇബ്നുൽ ഖുവൈലിദ് അൽ അസദി റളിയല്ലാഹു അൻഹു നമ്മൾ പേര് പറയേണ്ട വിധത്തിലേക്ക് വീണ്ടും മാറി. ഇടക്കാലത്ത് ഇങ്ങനെ സംഭവിച്ചുവെങ്കിലും പിന്നെ അദ്ദേഹം ഇസ്ലാമിക ലോകത്തേക്ക് തിരിച്ചു വരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മരണത്തിന് ശേഷമാണ്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ മരണത്തിന് ശേഷം ഹജ്ജിന് വേണ്ടി ഇഹ്റാം കിട്ടി. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന ആ സമയത്ത് ഹജ്ജിന് വേണ്ടി മക്കയിലെത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കണ്ടു. ഉമർ അദ്ദേഹത്തെ പറഞ്ഞു, യാ തുലൈഹ ലാ ഉഹിബ്ബുക ബഅദ ഖത്ലിക ഉക്കാശത ഇബ്നു മിഹ്സൻ വ സാബിത് ഇബ്നു അഖറം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരായ ഉക്കാശയെയും സാബിത്തിനെയും നീ കൊന്നു എന്നതിന്റെ പേരിൽ ഇപ്പോഴും ഞാൻ നിന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല, നിനക്ക് കാണാൻ താല്പര്യമില്ല എന്നാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അദ്ദേഹം ഈ പറഞ്ഞ ഈ സമയത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു ആ ബനു അസദ് ഗോത്രവുമായുള്ള യുദ്ധത്തിൽ ബുസാഖ എന്ന് പറയുന്ന യുദ്ധത്തിൽ ഇവരെ കൊല്ലുന്നത് തുലൈഹയും തുലൈഹയുടെ സഹോദരനും ചേർന്നാണ്, രണ്ട് സ്വഹാബിമാർ. അപ്പോൾ അവരെ കൊന്ന തുലൈഹ ഇപ്പോഴും നിന്നെ ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു അന്ന് തുലൈഹയെ കണ്ടപ്പോൾ തുലൈഹയോട് മുഖത്ത് നോക്കി പറഞ്ഞത്. പക്ഷെ തുലൈഹ പിന്നെയും ഇസ്ലാമിൽ വളരെയധികം സേവനം അർപ്പിക്കാൻ വേണ്ടി തന്നെ ജീവിച്ചു. വളരെ നല്ല ഇഖ്ലാസോടുകൂടി ഇസ്ലാമിലെ പിന്നീടുള്ള പല യുദ്ധങ്ങളിലും അദ്ദേഹം നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായ ഖാദിസിയ യുദ്ധം, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പേർഷ്യക്കാരോട് നടന്ന ഖാദിസിയ യുദ്ധത്തിൽ തുലൈഹയുണ്ട് എന്നറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സഅദ് അതിന്റെ നേതൃത്വത്തിലുള്ള സൈന്യാധിപനായ സഅദ് റളിയല്ലാഹു അൻഹു കത്തെഴുതുന്നതും കാണാൻ കഴിയും. തുലൈഹയോട് യുദ്ധകാര്യങ്ങൾ, യുദ്ധതന്ത്രങ്ങൾ ചർച്ച ചെയ്യണം, പക്ഷേ ഒരു അധികാരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു കത്തെഴുതുന്നത് പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാം. അപ്പൊ അത്രമാത്രം യുദ്ധതന്ത്രജ്ഞനായിരുന്ന വളരെ ധീരതയുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു തുലൈഹ. പിന്നീട് നഹാവന്ത് യുദ്ധം അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന യുദ്ധമാണ്. ഷിയാക്കളുമായി ഖവാരിജുകളുമായി നടന്ന യുദ്ധം, വളരെ പ്രസിദ്ധമായ യുദ്ധത്തിൽ ഖവാരിജുകളുടെ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് നാമാവശേഷമാക്കിയ അവർ ചരിത്രത്തിൽ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു യുദ്ധമായിരുന്നു നഹാവന്ത് യുദ്ധം. അതിലൊക്കെ തുലൈഹ റളിയല്ലാഹു അൻഹു പങ്കെടുക്കുകയും വളരെ ഉത്സാഹപൂർവ്വം തൻ്റെതായ കർമ്മങ്ങൾ, സേവനങ്ങൾ അർപ്പിക്കുകയും ചെയ്തു എന്ന് കാണാൻ. ഇമാം മുഹമ്മദ് ഇബ്നു സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, കാന തുലൈഹതു യുഅദ്ദു ബി അൽഫി ഫാരിസിൻ ലിശജാഅതിഹി വശിദ്ദതിഹി. യുദ്ധത്തിൽ 1000 കുതിരപ്പടയാളികളോട് കിടപിടിക്കും തുലൈഹയുടെ കഴിവ്, തുലൈഹയുടെ യുദ്ധ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് കാണാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ നഹാവന്ത് യുദ്ധത്തിൽ വളരെയധികം മുറിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി ആ മുറിവുകളുടെ ഫലമായി ഉണ്ടായ ശാരീരികമായ പ്രയാസങ്ങൾ കാരണമാണ് പിന്നീട് അദ്ദേഹം ഷഹീദാവുന്നത്. തുലൈഹത്ത് ഇബ്നു ഖുവൈലിദ് അൽ അസദി എന്ന് പറയുന്ന മനുഷ്യൻ ചരിത്രത്തിൽ അങ്ങനെ
ഒരു വ്യത്യസ്തതയുള്ള മുസ്ലിമായെങ്കിലും പിന്നീട് ഈ ഫിത്നയിൽ അകപ്പെട്ട് വ്യാജമായി പ്രവാചകത്വവാദം ഉന്നയിച്ച് പിന്നെ വീണ്ടും ഇസ്ലാമിലേക്ക് വന്ന് നല്ല രൂപത്തിൽ തന്നെ മരണപ്പെടുന്ന ഒരു മനുഷ്യനായി മാറി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ പ്രധാനമായി വ്യാജമായി പ്രവാചകത്വവാദം ഉന്നയിച്ച 3 ആളുകളാണ് മുസൈലിമയും അസ്വദുൽ അൻസിയും അതുപോലെ തന്നെ തുലൈഹത്തുൽ അസ്ദി. ഇപ്പൊ നമ്മള് ഹിജ്റ 10 കഴിഞ്ഞു, ഹിജ്റ 11, ഈ ഒരു ഹിജ്റ 10ന്റെ അവസാനത്തിൽ ഹജ്ജത്തുൽ വദാഉം കഴിഞ്ഞ് ദുൽഹിജ്ജ ഇതും കഴിഞ്ഞ് പിന്നെ ഹിജ്റ 11ന്റെ പ്രവാചകൻ സദസ്സിന്റെ അവസാനത്തെ വർഷം നമുക്ക് പറയാനില്ല, ഒരു വർഷം തികച്ചില്ലല്ലോ, കുറച്ച് മാസങ്ങളല്ലേ ഉള്ളൂ, 2-3 മാസങ്ങൾ. ആ ഒരു കാലഘട്ടത്തിലൂടെയുള്ള സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞു, ഹജ്ജത്തുൽ വദാ കഴിഞ്ഞു, നമ്മൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദീൻ പൂർത്തീകരിച്ചു എന്ന സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ സൂക്തം അവതരിച്ചിട്ട് 80ഓളം ദിവസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്നത്. വളരെ ചുരുങ്ങിയൊരു കാലഘട്ടം. അപ്പോൾ ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അന്ത്യഘട്ടങ്ങളിലേക്ക് അടുക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വഹാബികളോട് പറഞ്ഞ, പല സ്വഹാബിമാർക്കും അത് കൃത്യമായി മനസ്സിലായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഇനിയും ഹിജ്റ 11 മുഹറം സഫർ മാസത്തിലെ ഒരു തിങ്കളാഴ്ച, അതിൻ്റെ തുടക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു അവസാനത്തെ സൈനിക കൽപ്പനയ്ക്ക് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്കിടയിൽ എഴുന്നേറ്റ് നിന്നു. സഫർ മാസ തുടക്കത്തിലെ ഒരു തിങ്കളാഴ്ച. അത് ആ സൈന്യത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റോമക്കാരെ നേരിടാൻ വേണ്ടി അയക്കാൻ നിശ്ചയിച്ച സൈന്യമായി. മുൻപ് നടന്ന മുഅ്ത യുദ്ധം, അതിൽ കൊല്ലപ്പെട്ട ഷഹീദായ ആയിരക്കണക്കിന് വരുന്ന ആളുകൾ, നൂറുകണക്കിന് സ്വഹാബിമാർ, റോമക്കാരുമായി നേരിട്ടുള്ള യുദ്ധം, അതുപോലെ തന്നെ നടക്കാതെ പോയ തബൂക്ക് യുദ്ധം, ഇതൊക്കെ പിന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടല്ലോ. അപ്പോൾ റസൂലുള്ളാഹി നമ്മുടെ ജീവിതത്തിന്റെ അവസാന കാലത്ത് ഈ സഫറിൽ ഒരു തിങ്കളാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് റോമക്കാർക്ക് വേണ്ടിയുള്ള, അവരെ എതിരിടാൻ വേണ്ടിയുള്ള യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ ആവശ്യപ്പെട്ടു, കൽപ്പിച്ചു. അതിലന്ന് തലമുതിർന്ന എല്ലാ ആളുകളും സ്വഹാബിമാരുമായി യുദ്ധത്തിൽ സൈനികരായി ഉണ്ടായിരുന്നു. ആ സൈന്യത്തിന്റെ നേതൃത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചത് 18 വയസ്സുണ്ടായിരുന്ന ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അല്ലാഹു റസൂൽ അവസാനമായി നിശ്ചയിക്കുന്ന, പ്രവാചകൻ കൽപ്പിക്കുന്ന സൈനിക നീക്കം, സൈനിക നടപടി. അങ്ങനെ ആ തിങ്കളാഴ്ച ദിവസം അത് പ്രഖ്യാപിച്ചു. പിന്നീട് 2 ദിവസങ്ങൾക്ക് ശേഷം ബുധനാഴ്ചയോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശാരീരികമായ പല പ്രയാസങ്ങളും പനിയുടെ തുടക്കങ്ങളും ഒക്കെ ആരംഭിച്ചു നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വളരെ അടുത്താണ് സഫർ മാസം. ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ കഴിയും, ഉഖ്സു ബിസ്മില്ലാഹ് ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ നാമത്തിൽ ഉസാമ നീ യുദ്ധം ചെയ്യാൻ തുടങ്ങിക്കൂടും, അള്ളാഹുവിന്റെ മാർഗത്തിൽ. ഫഖാതിൽ മൻ കഫറ ബില്ലാഹ്, അള്ളാഹുവിനെ നിഷേധിക്കുന്ന റോമക്കാരോടുള്ള യുദ്ധത്തിന് നീ തയ്യാറെടുക്കും, അവരോട് യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന് വേണ്ടി ഉസാമ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൊടി കെട്ടിക്കൊടുത്തു. ആ യുദ്ധത്തിൽ പതാകവാഹകനായിരുന്ന ബുറൈദത്ത് ഇബ്നുൽ ഹുസൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഉസാമ റളിയല്ലാഹു അൻഹു ആ കൊടി ഏൽപ്പിച്ചു. മദീനയുടെ അടുത്തുള്ള വടക്കുള്ള റോമിലേക്ക് പുറപ്പെടാനുള്ള പാതയിലുള്ള ജറഫ് എന്ന് പറയുന്ന പ്രദേശത്ത് തമ്പടിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത്. അത് മാത്രമല്ല, റസൂലിന്റെ ആരോഗ്യവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള രോഗത്തിന് തുടക്കമൊക്കെ കണ്ടപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു ആ സൈന്യവും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതില്ല, കുറച്ചു നാൾ കഴിഞ്ഞ് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നോക്കിയിട്ട് പിന്നെ സൈന്യവുമായി മുൻപോട്ട് പോയാൽ മതി എന്ന തീരുമാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പലരും സ്വഹാബിമാരിലെ പല മുതിർന്ന ആളുകളും ഈ സൈന്യത്തിലെ സാധാ പടയാളികളായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ, ആമിർ ഇബ്നുൽ ജറാഹ്, സഅദ് ഇബ്നു അബി വഖാസ്, സഈദ് ഇബ്നു സെയ്ദ്, ഈ പറഞ്ഞ ആളുകളൊക്കെ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സ്വഹാബിമാരാണ്. ഇവരൊക്കെ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലെ പടയാളികളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു ഖലീഫയായപ്പോൾ തനിക്ക് ഉപദേശങ്ങൾ നൽകാനും കാര്യങ്ങൾ ഷൂറ ചെയ്യാനും വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഈ സൈന്യത്തിൽ നിന്ന് വേണമെന്ന് ആവശ്യപ്പെടുന്നത് ഉസാമ റളിയല്ലാഹു അൻഹു അങ്ങോട്ടാണ്. ഉമറിനെ വിട്ടുതരണം, ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫ
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ച ഒരു സൈന്യത്തിന്റെ അമീറിനോട് കാണിക്കുന്ന ആദരവാണ്. അത് എത്ര വയസ്സായിരുന്നാലും നമ്മുടെ മുമ്പിൽ ബാഹ്യമായി ആളെത്ര ചെറുതായിരുന്നാലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇമാറത്ത് ഏൽപ്പിച്ചു. അദ്ദേഹം ഒരു അമീറാണ്, ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആളാണ്. അത് ആ സ്ഥാനത്തെയും ആ ഉത്തരവാദിത്വത്തെയും അത് മറ്റുള്ളവർ ആരായിരുന്നാലും ബഹുമാനിക്കണം എന്ന സൂചന കൂടിയാണ്. പല സ്വഹാബിമാരും അന്ന് പറഞ്ഞു നമുക്ക് കാണാൻ കഴിയും ചരിത്രത്തിൽ. വളരെ ചെറിയ കുട്ടിയല്ലേ, ചെറുപ്രായക്കാരനല്ലേ, എന്തിനാണ് പ്രവാചകരെ അങ്ങനെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത്? അത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുകയും ജനങ്ങളോട് ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ ആ നേതൃത്വത്തിനുള്ള അർഹതയെപ്പറ്റി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാം. ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ, ഒരു നേതൃസ്ഥാനത്തിരിക്കാനുള്ള അർഹനാണെങ്കിൽ ഏറ്റവും നല്ലത് അയാളെ തന്നെ അത് ഏൽപ്പിക്കുക എന്നതാണ്. അയാളുടെ പ്രായമോ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളോ പരിഗണിക്കാതെ. കാരണം ഇത് മുസ്ലിം ഉമ്മത്തിന്റെ ആവശ്യകതയാണ്. അയാളുടെ ഏറ്റവും നല്ല ഗുണം അതാണ് മുസ്ലിം ഉമ്മത്തിന് ലഭിക്കേണ്ടത്. പല പണ്ഡിതന്മാരും പിന്നീട് രസകരമായ പല ചർച്ചകളും ഒക്കെ ഈ നേതൃത്വത്തെ സംബന്ധിച്ച് വരുമ്പോൾ നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ വ്യക്തിപരമായി എന്തെങ്കിലും ദൂഷ്യങ്ങളുള്ളൊരു മനുഷ്യൻ, വ്യക്തിപരമായി എന്തെങ്കിലും തിന്മകളിൽ ഏർപ്പെടുന്നുണ്ട്, പരസ്യമായല്ല വ്യക്തിപരം, അയാൾക്ക് നല്ല നേതൃപാഠവുമുണ്ട്. എന്നാൽ മറ്റൊരാളുണ്ട്, അയാൾക്ക് ഇങ്ങനെയുള്ളത് നമുക്ക് അറിയില്ല, പക്ഷെ നേതൃപാഠവും തീരെയില്ല. ആരെ നമ്മൾ മുസ്ലിം ഉമ്മത്തിന്റെ നേതൃപാഠവും ഏൽപ്പിക്കും, നേതൃത്വം ഏൽപ്പിക്കും? പല പണ്ഡിതന്മാരും ചർച്ച ചെയ്ത് പറഞ്ഞത് നേതൃപാഠവും ഉള്ളയാളെ ഏൽപ്പിക്കുക. കാരണം വ്യക്തിപരമായ അയാളുടെ തിന്മകൾ എന്നൊരു അയാളും പഠിച്ചവർ മാത്രമുള്ള സംഗതിയാണ്, അത് മറ്റുള്ളവരെ ബാധിക്കുന്നില്ല. പക്ഷേ അയാളുടെ നേതൃത്വം അത് മുസ്ലിം ഉമ്മത്തിന് ആവശ്യമാണ്. ഇപ്പുറത്തെ ആളോ അയാൾക്ക് വ്യക്തിപരമായി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ നേതൃപാഠവുമില്ല. അപ്പൊ അയാളുടെ നല്ല വശം അയാൾക്ക് മാത്രം ഉപകാരപ്പെടുകയും അയാളുടെ മോശം വശം മുസ്ലിം ഉമ്മത്തിന് മൊത്തം ലഭിക്കുകയും ചെയ്യുന്നു. ഇപ്പുറത്തോ അയാളുടെ മോശം വശം അയാളുടെ മാത്രം സ്വകാര്യതയാണ്, അയാളും റബ്ബും തമ്മിലുള്ളതാണ്, അതിന്റെ ശിക്ഷ അയാളും റബ്ബിലും തമ്മിൽ തീരുമാനമാക്കിക്കൊള്ളും. എന്നാൽ അയാളുടെ നല്ല വശം ഇവിടെ ലഭിക്കാതെ പോകും. പരസ്യമായി തിന്മകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക ചിട്ടകളൊന്നും പാലിക്കാൻ അങ്ങനത്തെ ആളുകളെ കുറിച്ചല്ല സൂചിപ്പിക്കുന്നത്. അത് ആ സമയത്ത് അതിൻ്റെതായ ആളുകൾ ഷൂറ ചെയ്ത് തീരുമാനിക്കുമ്പോൾ ആരാണോ ഇതിന് അർഹതയുള്ളത്, ഈ ജോലിക്ക് പറ്റുന്നത് ആരാണോ അതിനു വേണ്ട ഏറ്റവും നല്ല യോഗ്യനായ ആളുകളെ, അയാളുടെ മറ്റു കാര്യങ്ങളൊന്നും, ഇപ്പം പ്രായം അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഇതിനെ ബാധിക്കാത്ത രൂപത്തിലുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളൊന്നും പരിഗണിക്കേണ്ടതില്ല. അയാൾ ഈ സ്ഥാനത്തിന് അനുയോജ്യനാണോ, ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ യോഗ്യനാണോ എന്നതാണ് പരിഗണിക്കേണ്ടത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഉസാമ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ജനങ്ങൾക്കിടയിൽ നിന്ന് വിമർശനം ഉണ്ടായപ്പോൾ അത് പ്രവാചകൻ തന്നെ എഴുന്നേറ്റ് തിരുത്തി കൊടുത്തു. പിന്നീട് നാം പറഞ്ഞതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോൾ ഈ ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു, ഉമറിനെ ഒന്ന് വിട്ടുകിട്ടണം, എൻ്റെ ഭരണത്തിന് എന്നെ സഹായിക്കാൻ വേണ്ടി, എൻ്റെ ഖിലാഫത്തിന് എനിക്ക് കാര്യങ്ങൾ ഷൂറ ചെയ്യാൻ വേണ്ടി ഉമറിനെ നിങ്ങളുടെ സൈന്യത്തിൽ നിന്ന് എനിക്ക് വിട്ടുകിട്ടണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടു. അദ്ദേഹം അനുവദിച്ചു കൊടുത്തു. അങ്ങനെ ഉമർ റളിയല്ലാഹു പിന്നീട് ആ സൈന്യത്തോടൊപ്പം പ്രവാചകന്റെ വഫാത്തിന് ശേഷം പോകാതെ മദീനയിൽ തന്നെ നിന്നു എന്ന് പിൽക്കാല ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അത് ആ ഒരു പാഠം എന്നുള്ളത് നമുക്കിടയിലായിരുന്നാലും നമ്മൾ പലരും പല ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന ആളുകളുണ്ടാവും. ഇങ്ങനെ സ്വഹാബിമാർക്കിടയിൽ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ നല്ല ഒരു മാതൃക കൂടിയാണ്. നമുക്കൊരു സമയം ഒരു ഉത്തരവാദിത്വം ഉണ്ടാകും, പക്ഷെ മരണം വരെ നമ്മൾ തന്നെ അതേ ഉത്തരവാദിത്വ സ്ഥാനത്തിരിക്കണം എന്നൊരു വാശി നമുക്ക് പിടിക്കാൻ കഴിയില്ല. അള്ളാഹു നമുക്കൊരു ഇത്ര മാസങ്ങൾ തന്നു, ഇത്ര വർഷങ്ങൾ തന്നു, ഇന്ന ഉത്തരവാദിത്വം ഇന്ന മനുഷ്യൻ നോക്കട്ടെ, ആ ഒരു നറുക്ക് വീണത് പഠിച്ചവന്റെ ആ ഒരു അവസരം വന്നത് നമുക്കാണ്. ആ ഉള്ള സമയം എത്രയാണോ അത് വളരെ നന്നായി ആ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നാളെ ഒരുപക്ഷെ ഇന്ന് നേതാവായിരുന്നു നമ്മൾ, നാളെ ഒരുപക്ഷെ ആ കൂട്ടായ്മയിലെ ഒരു സാധാരണ മനുഷ്യനായിരിക്കാം. ഉമർ റളിയല്ലാഹുവിനെ പോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിൽ രണ്ടാമനായി എണ്ണപ്പെടുന്ന ഉമർ, അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട 4 പേർ ഈ സൈന്യത്തിലെ സാധാ പടയാളികളും ഇതൊന്നുമല്ലാത്ത ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ആ സൈന്യത്തിന്റെ മേധാവിയുമാണ്. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് കൂട്ടായ്മയുടെയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെയും അധികാരമോഹത്തിന്റെയും അതുപോലെ തന്നെ നേതൃപാടവത്തിന്റെയും ഒക്കെ പാഠങ്ങൾ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ രോഗവും മറ്റു കാര്യങ്ങളും, പ്രവാചകന്റെ പനി, അങ്ങനത്തെ ശാരീരികമായ അവശത, ഇതൊക്കെ തുടങ്ങി ഈ ജറഫ് എന്ന് പറയുന്ന മദീനയുടെ വടക്ക് ഭാഗത്തുള്ള സ്ഥലത്ത്
ഈ ഉസാമ റളിയല്ലാഹുവിന്റെ സൈന്യം 3000-ഓളം വരുന്ന പടയാളികളുണ്ടായിരുന്നു, സഹാബിമാരുണ്ടായിരുന്ന സൈന്യം അവിടെ തന്നെ താമസിക്കുകയാണ് ചെയ്തത്, അവിടെ തന്നെ തമ്പടിക്കുകയാണ് ചെയ്തത്. പിന്നീട് പ്രവാചക വഫാത്തിനും ഒക്കെ ശേഷം അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിലെ ആദ്യത്തെ കൽപ്പനയായിരുന്നു ഉസാമ റളിയല്ലാഹുവിന്റെ സൈന്യത്തെ വീണ്ടും നിയോഗിക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ് എന്നുള്ളത് ഒരുപാട് സൂചനകളിലൂടെ നമ്മൾ തന്നെ ഇവിടെ പല സംഭവങ്ങളും വിശദീകരിച്ചിരുന്നു. ഹജ്ജത്തുൽ വദായിൽ പല സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നേരിട്ട് പറഞ്ഞ കുറേ സന്ദർഭങ്ങൾ, അതിൽ ചിലത് നമുക്കൊന്ന് വിവരിക്കാം. അതിലൊന്നാമത്തേത് സൂറത്തുൽ നസ്റിന്റെ അവതരണമാണ്. സൂറത്തുൽ നസ്ർ അത് അവതരിച്ചതും അതിലടങ്ങിയിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ സൂചനയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയുസ് അവസാനിക്കാറായി എന്നതാണ്. അതാണ് സൂറത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പശ്ചാത്തലം എന്ന് പറയുന്നത്. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പിൽക്കാലത്ത് ഈ സൂറത്തുൽ നസ്റിനെ ഒരു മാതൃകയാക്കി വെച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് അദ്ദേഹം മറ്റുള്ള സ്വഹാബിമാർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലും നമുക്ക് കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു പക്ഷേ നമ്മുടെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടാവും. വളരെ ചെറുപ്രായക്കാരനായിരുന്നു എങ്കിലും പ്രവാചകന്റെ വഫാത്തിനു ശേഷം പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ, അതിന്റെ അവതരണ പശ്ചാത്തലങ്ങൾ, അതിന്റെ തഫ്സീറുകൾ ഒക്കെ പഠിക്കാൻ അത്യധികം ഉത്സാഹം കാണിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. പല സ്വഹാബിമാരുടെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സ്വഹാബിമാരുടെ വീട്ടുപടിക്കൽ ചുട്ടുപൊള്ളുന്ന ഉച്ചയ്ക്ക് ചെന്ന് അദ്ദേഹത്തിന്റെ ആ ഉച്ചയുറക്കം കഴിയുന്നതുവരെ അദ്ദേഹത്തെ ഉണർത്തണ്ട എന്ന് വിചാരിച്ച് കാത്തുകിടക്കുമായിരുന്നു ഇബ്നു അബ്ബാസ്. തന്റെ പുതപ്പ് തലയണയാക്കി മണൽക്കാറ്റ് വീശുന്ന അവിടെ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി വര്യൻ ഉബയ്യ് ഇബ്നു കഅബ് ഉറക്കം കലർന്ന് പുറത്തേക്ക് വരുമ്പോൾ ഖുർആനെ പറ്റിയുള്ള സംശയങ്ങൾ ചോദിക്കാനും അറിവ് നേടാനും അദ്ദേഹം കാത്തുകിടക്കുമായിരുന്നു. പുറത്തു വരുമ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് ഇബ്നു അബ്ബാസിനെ കാണും. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വന്തം പിതൃവ്യ പുത്രൻ ഇബ്നു അബ്ബാസ്, നിങ്ങൾ ഒന്ന് ആളയച്ചിരുന്നെങ്കിൽ, ഒന്ന് എന്നോട് ഒരു കൽപ്പന പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്ന് പറയും. അല്ല, അറിവ് തേടേണ്ടവൻ, അറിവ് ആവശ്യമുള്ളവൻ അതുള്ളവരുടെ അടുത്തേക്കാണ് വരേണ്ടത് എന്ന് മറുപടി പറയും. പല ആളുകളും ഒരു മദീനക്കാരനായിരുന്ന അൻസാരികൾപ്പെട്ടൊരു മനുഷ്യൻ ഇബ്നു അബ്ബാസ് ഇങ്ങനെ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആളുകളെടുത്ത് ഇങ്ങനെ അറിവ് പഠിക്കുന്നതിനെ തമാശയായി പരിഹസിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇബ്നു അബ്ബാസിനോട് ചോദിച്ചത്, അള്ളാഹുവിന്റെ റസൂലിന്റെ തലമുതിർന്ന സ്വഹാബിമാരൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നിന്നോടൊക്കെ ആരാ ഇബ്നു അബ്ബാസ് സംശയം ചോദിക്കാൻ? ഇതാണ് അദ്ദേഹം ചോദിച്ചത്. നിന്നോട് ആരാ സംശയം ചോദിക്കാൻ? നീ ചെറിയ കുട്ടിയല്ലേ, നീ ഇങ്ങനെ എല്ലാവരിൽ നിന്നും അറിവൊക്കെ പഠിച്ച് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ച് പഠിച്ചാലും നിന്നോടൊക്കെ ചോദിക്കാൻ ആര് വരും? അള്ളാഹുവിന്റെ റസൂലിന്റെ തലമുതിർന്ന സ്വഹാബിമാരൊക്കെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നാണ് ആ മനുഷ്യൻ കളിയാക്കിയത്. പക്ഷെ അതേ മനുഷ്യൻ വളരെ ചെറുപ്രായക്കാരൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പിന്നീട് മസ്ജിദുൻ നബവിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനു ചുറ്റും തലമുതിർന്ന ആളുകൾ ആ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതേ അൻസാരിയായ മദീനക്കാരന്റെ മനുഷ്യൻ ആ സദസ്സിനുള്ളിൽ കടന്നു പോകുമ്പോൾ അയാൾ പറയുന്നത് ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെടും. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഓർമ്മ ശരിയാണെങ്കിൽ ബുഖാരിയിലോ മുസ്ലിമിലോ ആ ഹദീസുണ്ട്. അന്ന് ആ മനുഷ്യൻ പറഞ്ഞു, ഹാദൽ ഫതാ കാന അഖല മിന്നി. അന്ന് ഞാൻ ഇബ്നു അബ്ബാസിനെ ഇങ്ങനെ കളിയാക്കുമ്പോൾ സത്യത്തിൽ ഞാൻ വിചാരിച്ചത് എനിക്കായിരുന്നു ബുദ്ധി ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ഈ ചെറുപ്പക്കാരൻ, ഈ കുട്ടിയാണ് ആയിരുന്നു എന്നേക്കാൾ ബുദ്ധിയുള്ളവൻ എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് അദ്ദേഹം പറയുന്ന കാര്യം. ഇദ്ദേഹത്തിന്റെ വിശുദ്ധ ഖുർആനുള്ള അറിവ്, മൊത്തത്തിൽ തന്നെ ഇബ്നു അബ്ബാസ് അറിവ്, ഇദ്ദേഹത്തിന് ചെറിയ പ്രായം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മനുഷ്യന്റെ കഴിവിനും അറിവിനും ഇതിനൊക്കെ പ്രായം നിശ്ചയിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. ഉസാമത്ത് ഇബ്നു സെയ്ദ് എന്ന കാര്യം പറഞ്ഞതുപോലെ ഇതുപോലെയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പിൽക്കാല ജീവിതം, പ്രവാചകന്റെ വഫാത്തിന് ശേഷമുള്ള ജീവിതം. അന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പലതരത്തിലുള്ള സദസ്സുകളുണ്ട്, പല മുതിർന്ന ആളുകൾ പങ്കെടുക്കുന്ന സദസ്സുകൾ. അതിൽപ്പെട്ടൊരു സദസ്സായിരുന്നു, അതായത് രാജ്യകാര്യങ്ങൾ ഷൂറ ചെയ്യാൻ സദസ്സുകൾ ഉണ്ടാവും, തലമുതിർന്ന സ്വഹാബിമാരുള്ള സദസ്സുകൾ, അതുപോലെ തന്നെ അറിവും മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്യാനുള്ള സദസ്സുകൾ, അങ്ങനെ പല ടൈപ്പ് ആളുകൾ പങ്കെടുക്കുന്ന സദസ്സുകൾ. അതിൽപ്പെട്ടൊരു സദസ്സാണ് ബദറിൽ പങ്കെടുത്ത വളരെ തലമുതിർന്ന സ്വഹാബിമാർ മാത്രം പങ്കെടുക്കുന്ന സദസ്സ്. ആ സദസ്സിന്റെ പ്രത്യേകത ബദറിൽ ബദരീങ്ങളായ സ്വഹാബിമാർ പങ്കെടുക്കുന്ന സദസ്സാണ്. അപ്പോൾ നല്ല പ്രായമുണ്ടാവും, തലനരച്ച സ്വഹാബിമാരാണ്. അപ്പോൾ അതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ക്ഷണിക്കും. അപ്പോൾ ഈ പല പറഞ്ഞ സ്വഹാബിമാർ ഉമർ റളിയല്ലാഹു ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കും ഉണ്ട് ആൺമക്കളുണ്ട്, ഞങ്ങൾക്കും ബദറിൽ പങ്കെടുത്ത സ്വഹാബിമാരെ ഞങ്ങൾക്കും ആൺമക്കളുണ്ട്, പിന്നെ എന്താണ് ഇബ്നു അബ്ബാസിനെ മാത്രം വിളിക്കാനുള്ള കാരണം? അപ്പോൾ ഒരു ദിവസം
ഉമർ റളിയല്ലാഹു അൻഹു, നമ്മൾ ഇതിന്റെ പശ്ചാത്തലം പറയാം. ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സദസ്സിലുള്ള സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പരീക്ഷിക്കാനായി ചോദിച്ച ചോദ്യമാണ്, സൂറത്തുൻ നസ്റിന്റെ യഥാർത്ഥ അവതരണ പശ്ചാത്തലത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? സൂറത്തുൻ നസ്റിന്റെ അതിന്റെ യഥാർത്ഥ അവതരണ പശ്ചാത്തലത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പൊ അന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുകയാണ്, അന്ന് പല സ്വഹാബിമാരും പറഞ്ഞു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ സഹായവും ഫത്ഹ് വിജയവും ഒക്കെ വന്നു കിട്ടിയാൽ, അതൊക്കെ മുസ്ലിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ന് തുടങ്ങുന്നതാണല്ലോ. അപ്പൊ സ്വഹാബിമാരൊക്കെ പറഞ്ഞത് മുസ്ലിം സൈന്യത്തിന്റെ വിജയത്തെക്കുറിച്ചും മുസ്ലിങ്ങൾ ഭാവിയിൽ കീഴടക്കാൻ പോകുന്ന വലിയ സാമ്രാജ്യങ്ങളെ കുറിച്ചും ഒക്കെയാണ് ഇതിലെ പരാമർശം. അൽ മദാഇനു വൽ ഖുസൂർ, വലിയ കൊട്ടാരങ്ങൾ, അവർ കീഴടക്കാൻ പോകുന്ന വലിയ പ്രസിദ്ധമായ പട്ടണങ്ങൾ, ഇതൊക്കെയാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന കണക്ക്, മാ തഖൂലു ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും, അജലുൻ, ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവധി അവസാനിക്കാറായി എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനയാണിത്. പ്രവാചകന്റെ ആയുസ് അവസാനിക്കാറായി, പ്രവാചകന്റെ വഫാത്തിനെ കുറിച്ചുള്ള സൂചനയാണ്. ഇമാം ബുഖാരി ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അന്ന് ഉമർ ഇബ്നു ഖത്താബ് എന്ന് പറയുന്നത് കാണാൻ കഴിയും, നീ പറഞ്ഞതല്ലാതെ എനിക്കും വേറൊന്നും പറയാനില്ല എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചതും നമുക്ക് മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അങ്ങനെ ഇബ്നു അബ്ബാസ് റിപ്പോർട്ടിലൂടെ സൂറത്തുൻ നസ്റിന്റെ അവതരണ പശ്ചാത്തലവും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തമായ സൂചനയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട സൂചനയാണ്. അത് മാത്രമല്ല, സൂറത്തുൻ നസ്റിന്റെ ആ വാചകങ്ങൾ, സൂറത്തുൻ നസ്ർ അവതരിച്ചതിന് ശേഷം, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. ഇതിലെ കൽപ്പന ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, അല്ലാഹുവിന്റെ ഹംദ്, അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുക, വസ്തഗ്ഫിർഹു ഇസ്തിഗ്ഫാർ ചെയ്യുക എന്ന ഈ കൽപ്പന, ഇതിന്റെ അടിസ്ഥാനത്തിൽ റുകൂയിലും സുജൂദിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. നമ്മൾ സാധാരണ റുകൂയിലെയും സുജൂദിലെയും പല പ്രാർത്ഥനകൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ ഒരു പക്ഷേ നമ്മൾ ചൊല്ലാറുള്ളത് സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാന റബ്ബിയൽ അഅല എന്നുള്ളതായിരിക്കും. എന്നാൽ മറ്റൊരു പ്രാർത്ഥന ഉണ്ട്, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന പ്രാർത്ഥന. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് കൂടുതൽ പ്രാവർത്തികമാക്കിയത് സൂറത്തുൻ നസ്റിന്റെ ഈ അവതരണത്തിന് ശേഷമായിരുന്നു നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി, ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന കാണാൻ കഴിയും, മാ സല്ലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൻ ബഅദ അൻ നസലത് അലൈഹി ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് അവതരിച്ചതിന് ശേഷം എല്ലാ നിസ്കാരത്തിലും ഇല്ല അൻ യഖൂല ഫിഹാ, ഇത് പ്രാർത്ഥിക്കാതെ, അഥവാ റുകൂയിലും സുജൂദിലും ഇത് ചൊല്ലാതെ ഒരു നിസ്കാരം നിസ്കരിച്ചിട്ടില്ല. സുബ്ഹാനക റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന കാണാൻ. സൂറത്തുൻ നസ്റാണ് വിശുദ്ധ ഖുർആനിൽ മൊത്തമായി അവതരിച്ച അവസാനത്തെ സൂറത്ത്. ഒരു സൂറത്ത് മൊത്തമായി ഒറ്റയടിക്ക് മുഴുവനായി അവതരിച്ച അവസാനത്തെ സൂറത്തുൻ നസ്റാണ്. ഉബൈദുല്ലാഹി ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉത്ബ റഹ്മത്തുള്ളാഹി അലൈഹി വലിയ താബിഈ പണ്ഡിതനാണ്, സ്വഹാബികളുടെ മകനാണ്. അദ്ദേഹം ഉദ്ധരിക്കുന്ന കാണാൻ കഴിയും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നോട് ഒരിക്കൽ ചോദിച്ചു, അല്ലയോ ഉബൈദുല്ലാഹ്, നിനക്ക് തഅലം ആഖിറ സൂറത്തിൻ നസലത് മിനൽ ഖുർആൻ നസലത് ജമീഅൻ, മുഴുവനായി അവതരിച്ച വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ സൂറത്ത് ഏതാണെന്ന് ഉബൈദുല്ലാഹ് നിനക്കറിയോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നഅം ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അതെ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ആണല്ലോ. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സദഖ, അതെ, നീ പറഞ്ഞതാണ് ശരി എന്ന് അദ്ദേഹം പറഞ്ഞത് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അവസാന വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ആ ഒരു അവസാനത്തെ ഒരു വർഷം മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ ആയുസ്സിനെ കുറിച്ച്, തൻ്റെ ജീവിതത്തിന്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ പല നിലക്ക് കിട്ടുകയും പല ആളുകളോടും രഹസ്യമായും പരസ്യമായും പ്രവാചകനത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ആ വർഷം തൊട്ടു മുമ്പ് കഴിഞ്ഞു പോയ റമദാനിൽ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് വിശുദ്ധ ഖുർആൻ 2 തവണ പാരായണം പരിശോധിച്ചു എന്നതാണ്. സാധാരണ വർഷങ്ങളിൽ ഒരു തവണയായിരുന്നു റമദാനിൽ പാരായണം പരിശോധിക്കാറുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ അവസാനത്തെ റമദാനിൽ 2 തവണ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ജിബ്രീൽ ഇസ്ലാമിനെ ഓതി കേൾപ്പിക്കുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. പ്രവാചകന്റെ ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്നു സദസ്സ്. അതിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇങ്ങനെ നടന്നു വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, ലാ വല്ലാഹി മാ തഖ്ഫാ മിശ്യതുഹാ മിൻ മിശ്യതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂലിന്റെയും മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും നടത്തം അത് ഒരുപോലെ തന്നെയായിരുന്നു. അത്രമാത്രം സാദൃശ്യമുണ്ടായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മർഹബൻ ബിബ്നതി, എൻ്റെ മോൾക്ക് സ്വാഗതം. എന്നിട്ട് പ്രവാചകന്റെ അടുത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ വിളിച്ചിരുത്തി. എന്നിട്ട് ചെവിയിൽ രഹസ്യമായ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വളരെ വിഷമത്തോടുകൂടി കരഞ്ഞു. കരയുന്നത് കേട്ട് റസൂലുള്ളാഹി വീണ്ടും ചെവിയിൽ രഹസ്യമായ ഒരു കാര്യം പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിക്കുകയും ചെയ്തു. അപ്പൊ ഇത് ബാക്കിയുള്ള ഭാര്യമാരൊക്കെ കാണുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ആകാംക്ഷ അടക്കാൻ കഴിയുന്നില്ല. എന്തായിരിക്കും റസൂൽ ഇങ്ങനെ ചെവിയിൽ രഹസ്യമായി പറഞ്ഞിങ്ങനെ ചിരിക്കാനും കരയാനും ഒക്കെ കാരണം. അപ്പൊ റസൂൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതിന് ശേഷം ഉടനെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അമ്മ സാറക്കി, എന്താണ് നിന്നോട് മാത്രം റസൂൽ രഹസ്യമായി പറഞ്ഞത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അത് പറയാൻ കഴിയില്ല. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യം ഞാൻ എങ്ങനെ പരസ്യപ്പെടുത്തും? മാ കുന്തു ലി ഉഫ്ഷിയ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിർറഹു, പ്രവാചകന്റെ രഹസ്യം സിറിനെ ഞാൻ എങ്ങനെ പരസ്യപ്പെടുത്തും? അതൊരിക്കലും ഞാൻ ചെയ്യില്ല. പക്ഷേ ഇത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോയില്ല. പ്രവാചകന്റെ വഫാത്തിനും ഖബറടക്കത്തിനും ഒക്കെ ശേഷം പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അങ്ങോട്ട് പോയി ചോദിച്ചു, അന്ന് റസൂൽ പറഞ്ഞത് എന്താണ്? അതെനിക്ക് അറിയണം. എന്താണ് അത്? ഇതിപ്പോൾ പറഞ്ഞു തരാൻ കഴിയുമോ? അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അമ്മൽ ആന ഫനഅം, ഇപ്പോൾ പറയാം, അത് പ്രശ്നമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടല്ലോ. അങ്ങനെ എന്നോട് പറഞ്ഞ ആ കാര്യത്തിൽപ്പെട്ടതാണ് നമ്മൾ ഈ പറഞ്ഞ സംഗതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന ജിബ്രീല കാന യുആരിദുഹു ബിൽ ഖുർആനി കുല്ല സനത്തിൻ മറ, എല്ലാ വർഷവും റമദാനിൽ ഒരു തവണയായിരുന്നു ജിബ്രീൽ എന്നോട് ഖുർആൻ പരിശോധിച്ച് ഞാൻ ഓതി കേൾപ്പിക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഈ കൊല്ലം വഇന്നഹു ഖദ് ആറദനി ബിഹിൽ ആമ മറതൈൻ, 2 പ്രാവശ്യം എൻ്റെ ഖുർആൻ അതിൻ്റെ ഇത് പരിശോധിച്ചു. വലാ അറൽ അജല ഇല്ലാ ഖദ് ഇഖ്തറബ്, എൻ്റെ അവധി എൻ്റെ ജീവിതം അവസാനിക്കാറായി എന്നതല്ലാതെ മറ്റൊന്നും ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നില്ല. ഫത്തഖില്ലാഹ വസ്ബിരി, അതുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കണം, നീ ക്ഷമിക്കണം മോളെ എന്നാണ് എന്നോട് പറഞ്ഞത്. ഫഇന്നി നിഅമസ്സലഫു അനലക്കി, നിന്നെ സംബന്ധിച്ചിടത്തോളം എത്ര നല്ല മുൻഗാമിയാണ് ഞാൻ, അഥവാ എനിക്ക് ശേഷം നീ മരണപ്പെടുന്നു, നിന്റെ എത്ര നല്ല മുൻഗാമിയാണ്, സലഫാണ് ഞാൻ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് ഞാൻ കരഞ്ഞത്. അങ്ങനെ എൻ്റെ കരച്ചിലും വെപ്രാളവും ഒക്കെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും എന്നോട് രണ്ടാമത് രഹസ്യമായി പറഞ്ഞത്, യാ ഫാത്തിമ, അല്ലയോ ഫാത്തിമ, അലാ തർദൈന അൻ തകൂനി സയ്യിദത നിസാഇൽ മുഅ്മിനീൻ ഔ സയ്യിദത നിസാഇ ഹാദിഹിൽ ഉമ്മ, സത്യവിശ്വാസിനികളുടെ നേതൃപദവി നീ അലങ്കരിക്കുന്നു എന്നത് നിന്നെ സന്തോഷിപ്പിക്കുന്നില്ലേ മോളെ എന്നാണ് എന്നോട് രണ്ടാമത് പറഞ്ഞത്. മുഅ്മിനീങ്ങളുടെ സയ്യിദത്തുൽ നിസാഇൽ മുഅ്മിനീൻ, സയ്യിദത്തുൽ നിസാഇ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ സ്ത്രീകളുടെ നേതാവ് എന്ന പദവി നീ തൃപ്തിപ്പെടുന്നില്ലേ, നിന്നെ സന്തോഷിപ്പിക്കുന്നില്ലേ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ അത് കേട്ടിട്ടാണ് ഞാൻ ചിരിച്ചത് എന്നും ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അജൽ, ജീവിത അവധി അത് അടുക്കാറായി എന്ന് രഹസ്യമായി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ തന്നെ സൂചിപ്പിച്ചിരുന്നു എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ആ റമദാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ 10 ദിവസം ഏത്തിക്കാഫ് ഇരിക്കാറുണ്ടായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റമദാനിൽ 20 ദിവസം ഏത്തിക്കാഫ് ഇരുന്നും കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്കത് കാണാം. കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യഅതകിഫു ഫീ കുല്ലി റമദാനിൻ 10 അയ്യാം, 10 ദിവസമായിരുന്നു എല്ലാ റമദാനും പ്രവാചകന്റെ ഒരു സാധാരണ പതിവ്. ലൈലത്തുൽ ഖദ്റൊക്കെ പിന്നെ അറിഞ്ഞു വരുമ്പോൾ ആദ്യത്തെ 10, പിന്നെ രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10, ഏതായിരുന്നാലും 10 ദിവസമായിരുന്നു പ്രവാചകന്റെ പതിവ്. പിന്നെ അവസാനത്തെ 10ലേക്ക് ഇത് മാറി. പക്ഷെ എന്നാൽ അവസാനത്തെ വർഷം ഫലം മക്കാന ആമുല്ലദി ഖുബിദ ഫീ, പ്രവാചകന്റെ വഫാത്തായ വർഷം ഇഅതകഫ 20 യൗമൻ, 20 ദിവസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്.
ഇത് ഈ പറഞ്ഞ ഒരുപാട് സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു പാഠം. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഒരു മനുഷ്യന്മാർ കുറേ പ്രായമെത്തുമ്പോൾ, പ്രായാധിക്യമാകുമ്പോൾ, നരയൊക്കെ വന്നു തുടങ്ങുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ബോധോദയത്തെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഒരു ചെറുപ്പത്തിന്റെ തിളപ്പം ഒക്കെ അവസാനിച്ച് ജീവിതത്തെക്കുറിച്ചൊക്കെ ഒരു ഇത് വന്ന് ഹജ്ജൊക്കെ ചെയ്യാൻ നമ്മുടെ നാട്ടിൽ സാധാരണ ആളുകൾക്ക് പൂതി ഉണ്ടാവുന്ന ഒരു സമയം. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അപ്പോഴല്ല അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് എങ്കിൽ കൂടിയും ജീവിതത്തിന്റെ അവസാന കാലത്തേക്ക് എല്ലാം മാറ്റിവെക്കുക എന്നതല്ല ശരിയായ നിലപാട്. ചെറുപ്പത്തിൽ തന്നെ പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ് നിലപാടെങ്കിലും ജീവിതത്തിന്റെ അവസാന കാലത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അതിൻ്റെ ഒരു അന്ത്യസമയത്തേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ള കുറേ സൂചനകൾ, നമ്മുടെ ശാരീരികമായ പ്രയാസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം, പ്രായം, ഇതൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഇബാദത്തുകൾ ശ്രദ്ധിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു ചര്യയാണ്. കുറച്ചുകൂടി നമ്മൾ ജീവിതത്തിനെ, സാധാരണ മനുഷ്യന്മാർ അതൊരു സ്വയം ബോധം ഉണ്ടായി ചെയ്യുന്നുവെങ്കിലും കുറച്ചുകൂടി നമ്മൾ ചെയ്യുക എന്ന്. ഇഅ്തികാഫ് 20 ദിവസമായി. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരത്തെ പറഞ്ഞതുപോലെ റുകൂലും സുജൂദുമുള്ള പ്രാർത്ഥനയിൽ ഇസ്തിഗ്ഫാർ, പ്രാർത്ഥനയുടെ നീളം കൂടി, അതിൽ തസ്ബീഹും ഇസ്തിഗ്ഫാറും കൂടി വന്നു. അതുമാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകൾ കുറച്ചുകൂടി വർധനവുണ്ടായി. പ്രവാചകൻ കുറച്ചുകൂടി ഇബാദത്തുകൾ പരിശ്രമിക്കാൻ തുടങ്ങി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇമാം നസായി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഈ സൂറത്തുൽ നസ്റിന്റെ ഈ അവതരണം, ഈ പ്രവാചകന്റെ അവസാന കാലം, ഈ സമയത്ത് പ്രത്യേകിച്ച് സൂറത്തുൽ നസ്റിന്റെ അവതരണത്തിന് ശേഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു സൂചന, മരണത്തെക്കുറിച്ചുള്ള സൂചന സൂറത്തുൽ നസ്റിൽ നിന്ന് കിട്ടിയതിന് ശേഷം ഫഅഖദ ഫീ അശദ്ദ മാ കാന ഇജ്തിഹാദൻ ഫീ അംരിൽ ആഖിറ, പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല കഠിനമായ പരിശ്രമത്തിൽ ഏർപ്പെട്ടു, ഇബാദത്തുകളിൽ. അതുപോലെ തന്നെ തൻ്റെ മരണത്തിന് ശേഷമുള്ള ആ ഒരു കാര്യങ്ങളിൽ കുറച്ചുകൂടി ഇജ്തിഹാദ് ചെയ്യുക, കുറച്ചുകൂടി പരിശ്രമിക്കുക. അല്ലാഹുവിൻ്റെ റസൂലിന്റെ ഇബാദത്തുകൾ, പ്രവാചകന്റെ ജീവിതത്തിലുള്ള പരിശ്രമങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് റസൂലിനൊരു കുറച്ചുകൂടി ജീവിതത്തിൽ ഇബാദത്തുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ പരിശ്രമങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, ഇമാം നസായി ഉദ്ധരിച്ച ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അപ്പം അതും നമുക്ക് ജീവിതത്തിലുള്ള വലിയൊരു പാഠമാണ്. അതുമാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മൊത്തം പരിശോധിക്കുമ്പോൾ നമ്മൾ മുമ്പും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ജീവിതത്തിൽ നമുക്ക് എപ്പോഴൊക്കെ എന്തെങ്കിലും വ്യക്തി ജീവിതത്തിലായിരുന്നാലും എന്ത് കാര്യങ്ങളിലായിരുന്നാലും നമുക്ക് നഷ്ടങ്ങൾ പറ്റുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദുഃഖങ്ങൾ ഉണ്ടാകുന്നു, സങ്കടങ്ങൾ ഉണ്ടാകുന്നു, ഈ സമയത്തൊക്കെയും നന്മകൾ അധികരിപ്പിക്കുക എന്നതാണല്ലോ അതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ പ്രതിവിധി. നമ്മൾ പേടിപ്പെടുത്തുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ കാണുന്നു, ഗ്രഹണം പോലുള്ള സംഭവങ്ങൾ, പേടിപ്പെടുത്തുന്ന മറ്റു കാര്യങ്ങൾ. റസൂലുള്ളാഹി നിസ്കാരത്തിൽ അഭയം പ്രാപിക്കുന്നു എന്ന് നമ്മൾ ഹദീസുകളിൽ നിന്ന് കേട്ട് പഠിച്ചവരാണ്. അതുപോലെ തന്നെ രോഗങ്ങൾ ഉണ്ടാകുന്നു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഈ സമയത്തൊക്കെയും ഇബാദത്തുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമുക്ക് പാലിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മരണത്തോടെടുക്കുന്ന സന്ദർഭം എന്നല്ല, ജീവിതത്തിൽ നമുക്ക് ദുർബലതകൾ അനുഭവപ്പെടുന്നു, ആകെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, ഈ സമയത്ത് നമ്മൾ അതിനെ പരിഹരിക്കാനുള്ള ശ്രമങ്ങളിൽ ഒന്നാമത്തെ ശ്രമം നമ്മുടെ ഇബാദത്തും നമ്മുടെ നന്മയോടുള്ള ആഭിമുഖ്യവും, നല്ല കാര്യങ്ങൾ സ്വതക്ക ചെയ്യുക, നിസ്കാരം, അതുപോലെ തന്നെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഇത് അതിനെ പരിഹരിക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണെന്ന് നമുക്ക് മൊത്തത്തിലുള്ള പാഠമായി മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൻ്റെ ജീവിതം ഇനി അധികം നീണ്ടുപോവുകയില്ല എന്നുള്ള പ്രഖ്യാപനങ്ങൾ നമ്മൾ ഹജ്ജത്തുൽ വദായിലൊക്കെ നമ്മൾ ഉദ്ധരിച്ചിരുന്നു. ഹജ്ജത്തുൽ വദായിൽ ജംറത്തുൽ അഖബയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞു, ലിതഖുദു മനാസിക്കക്കും, നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ ഇപ്പോൾ എന്നിൽ നിന്ന് കണ്ടു പഠിച്ചു മനസ്സിലാക്കി അത് സ്വീകരിക്കണം. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹുജ്ജു ബഅദ ഹജ്ജതി ഹാദിഹി, ഈ ഹജ്ജിന് ശേഷം ഇനി അടുത്തൊരു ഹജ്ജ് ചെയ്യാൻ ഞാൻ ഉണ്ടാവുമോ ഇല്ലെന്ന് എനിക്കറിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഉദ്ധരിച്ച ഗദീർ ഖുമ്മിലെ പ്രഭാഷണം, ആ പ്രഭാഷണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തുടങ്ങുന്നത് തന്നെ അലാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഫഇന്നമാ അന ബശറുൻ യൂഷികു അൻ യഅതിയ റസൂലു റബ്ബി ഫഉജീബ, അള്ളാഹുവിൻ്റെ മരണത്തിൻ്റെ ദൂതൻ എൻ്റെ അടുത്തേക്ക് വന്നാൽ അതിന് ഉത്തരം ചെയ്യാൻ കാത്തിരിക്കുന്ന അതിനോട് അടുത്ത ഒരു മനുഷ്യനാണ് ഞാൻ എന്ന് റസൂലുള്ളാഹി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സമയത്ത്
തൻ്റെ സ്വഹാബിമാരോട് താൻ ജീവിച്ചിരിക്കുന്ന ഈ സമയത്തെ അത് നിങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നിങ്ങൾ ഭാവിയിൽ ഖേദിക്കേണ്ടി വരുമെന്ന്, എന്നെ കാണാൻ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുമെന്ന് സൂചനയുള്ള ഹദീസ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ആ ഹദീസിനെ പല നിലക്ക്, പല റിപ്പോർട്ടുകളിൽ വന്ന ആ ഹദീസിനെ പല നിലക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. വല്ലദീ നഫ്സു മുഹമ്മദിൻ ഫീ യദിഹി, മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ, ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അല്ലാഹു തന്നെയാണ് സത്യം. ലയതിയന്ന അല അഹദികും യൗമുൻ വലാ യറാനി സുമ്മ ലഅൻ യറാനി അഹബ്ബു ഇലൈഹി മിൻ അഹ്ലിഹി വമാലിഹി വമാഹും. സ്വന്തം സമ്പത്തും സന്താനങ്ങളും കുടുംബവും ഒക്കെ നിങ്ങൾ കാണുന്ന ഏറ്റവും പ്രിയപ്പെട്ടതായി കാണുന്ന ഇതൊക്കെ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ നിങ്ങൾ എന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നൊരു സമയമുണ്ടാകും. അങ്ങനെ ഒരു സമയം വരും, അന്ന് എന്നെ കാണാൻ കഴിയില്ല. അതിന് പല നിലക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഒന്ന്, അള്ളാഹുവിന്റെ റസൂലിനോട് അത്യധികം സ്നേഹമുള്ള പിൽക്കാലത്ത് വരുന്ന സ്വഹാബികളും ഇവരൊന്നും അല്ലാത്ത നമ്മളെപ്പോലെയുള്ള പിൽക്കാലക്കാരായ മുസ്ലിങ്ങൾ, അവരെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. മറ്റൊരു രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് സ്വഹാബിമാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചനയാണ്. ഞാനിപ്പോൾ ജീവനോടെയുണ്ട്, എൻ്റെ അടുത്തിരിക്കുന്ന സദസ്സുകൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെയുള്ള ഇൽമിന്റെ സദസ്സുകൾ, നന്മയുടെ സദസ്സുകൾ, ഞാൻ സംസാരിക്കുന്ന സംസാരങ്ങൾ, എൻ്റെ മസ്ജിദുൻ നബവിയിലെ സദസ്സ്, ഇതിലൊന്നും പരമാവധി അത് പങ്കെടുക്കാതെ അതിൽ നിന്ന് എല്ലാറ്റിലും പരമാവധി സാന്നിധ്യം ഉണ്ടാവണം. എല്ലാത്തിലും നിങ്ങൾ ഇപ്പോൾ കണ്ടു പഠിച്ച് കേട്ടും പഠിച്ച് എന്നെ ഉപയോഗപ്പെടുത്തണം. ഇതിനൊക്കെ ഭാവിയിൽ നിങ്ങൾ ഇല്ലെങ്കിൽ ഇതിന്റെ പേരിൽ നഷ്ടബോധം അനുഭവിക്കേണ്ടി വരും എന്ന് പഠിപ്പിച്ചതാണ് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരെയും നമുക്ക് കാണാൻ കഴിയും. ഹജ്ജത്തുൽ വദാഇൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്താറായപ്പോൾ, ഉഹുദിന്റെ സമീപത്തോട് കടന്നു പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ മറ്റൊരു സംഭവം കൂടി ഇതിനുള്ള ഒരു തെളിവാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹി ആയ ഹദീസിൽ ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 8 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഉഹുദ് കഴിഞ്ഞു, എന്നിട്ടാണ് ഇപ്പോൾ ഉഹുദിന്റെ അടുത്തുകൂടി കടന്നു പോകുന്നത് ഹജ്ജത്തുൽ വദാഇന് ശേഷം. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലെ സ്വഹാബിമാരെ, ഷഹീദായ സ്വഹാബിമാരെ മറമാടിയിരിക്കുന്ന ആ സ്ഥലത്തെത്തി അവർക്ക് വേണ്ടി നിസ്കരിച്ചു, മയ്യിത്തുകൾക്ക് വേണ്ടി നിസ്കരിച്ചു, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തി 8 വർഷങ്ങൾക്ക് ശേഷം. എന്നിട്ട് സ്വഹാബിമാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പ്രവാചകന് അവിടെ സംസാരിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു മിമ്പർ, അതിൽ കയറി നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ബൈന ഐദീകും ഫറത്തുൻ, ഞാൻ നിങ്ങളെക്കാളൊക്കെ മുമ്പേ, സ്വഹാബിമാർ പറയുന്നത്, നിങ്ങളെക്കാളൊക്കെ മുമ്പേ പരലോകത്തേക്ക് എത്തിപ്പെടുന്ന ആളാണ്. അത് പല ഉദ്ദേശങ്ങൾ, പ്രവാചകന്റെ അടുത്ത് മരണം സംഭവിക്കാനിരിക്കുന്നു, അതുപോലെ തന്നെ ഹൗദുൽ കൗസറിൽ ഏറ്റവും ആദ്യം അതിൻ്റെ അടുത്ത് എത്തിപ്പെടുക ഞാനാണ്. വാന അലൈക്കും ഷഹീദ്, നിങ്ങളുടെ കർമ്മങ്ങൾക്കും നിങ്ങളുടെ ഇസ്ലാമിനും നിങ്ങളുടെ ഈ ത്യാഗങ്ങൾക്കും ഒക്കെ ഞാൻ സാക്ഷിയാണ്. നിങ്ങൾ ഈ ഇസ്ലാം സ്വീകരിച്ചു, നിങ്ങളുടെ ഈ കർമ്മങ്ങൾ, ഇതിനൊക്കെ ഞാൻ നാളെ സാക്ഷി പറയുന്ന ആളാണ്. വൈന മൗഇദകുൽ ഹൗദ്, ഞാനും നിങ്ങളും ഇനി കണ്ടുമുട്ടുന്ന, നമ്മൾ തമ്മിലുള്ള, നമ്മൾ കരാർ ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്ന സ്ഥലം, ഇനി വരേണ്ട സ്ഥലം, അത് ഹൗദുൽ കൗസറാണ്. വൈനീല അൻദുറു ഇലൈഹി മിൻ മഖാമി ഹാദാ, ഇപ്പോ ഈ ഉഹദ് മലയുടെ ചെരുവിൽ ഞാൻ ഈ സംസാരിക്കുന്ന മിമ്പറിൽ മുകളിൽ നിന്ന് ഞാൻ ഇപ്പോൾ ആ ഹൗദിനെ കാണുന്നുണ്ട്. അല്ലാഹുവിന്റെ സുബ്ഹാനഹു മുഅ്ജിസത്താണ്. ഞാനിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ അതിനെ ഹൗദുൽ കൗസറിനെ കാണുന്നുണ്ട്. വൈനിലസ്തു അഖ്ഷാ അലൈക്കും അൻ തുശ്രികു, നിങ്ങളൊക്കെ സ്വഹാബിമാരെ, നിങ്ങളൊക്കെ എനിക്ക് ശേഷം മുശ്രിക്കുകളായി പോകും, ശിർക്ക് ചെയ്യുന്നവരായി പോകും എന്നതിൽ എനിക്ക് പേടിയില്ല. പക്ഷേ വലാകിന്നി അഖ്ഷാ അലൈക്കും അദ്ദുനിയ അൻ തനാഫസുഹാ, നിങ്ങളുടെ വിഷയത്തിൽ എനിക്ക് പേടിയുള്ളത് ഭാവിയിൽ ഇസ്ലാമിക സാമ്രാജ്യം വികസിതമായി ഇന്നത്തെ അവസ്ഥയൊക്കെ മാറിമറിഞ്ഞ് സമ്പത്തുകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടി ദുനിയാവ് നിങ്ങളെ ഇങ്ങനെ ചുറ്റിപ്പൊതിഞ്ഞ് അവസാനം നിങ്ങൾ അതിനു വേണ്ടി മത്സരിക്കുന്ന അവസ്ഥ, അതിന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾ ശിർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഭയപ്പെടുന്നില്ലെങ്കിലും ദുനിയാവ് വികസിതമായി നിങ്ങൾക്ക് അത്രയേറെ അനുഗ്രഹങ്ങൾ ലഭിച്ച് ഭൗതികമായ സൗകര്യങ്ങൾ വർദ്ധിച്ച് അൻ തനാഫസുഹ, നിങ്ങൾ അതിനുവേണ്ടി മാത്സര്യ ബുദ്ധി പ്രകടിപ്പിക്കുക, അത് ഞാൻ പേടിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറയുന്നത് കാണാൻ കഴിയും. മറ്റൊരു റിപ്പോർട്ടിൽ ഫതുനാഫിസുഹ കമാ തനാഫസുഹ മിൻ ഖബൽ, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമൂഹങ്ങൾ അവർ മുൻപ് ഇതിനു വേണ്ടി, ദുനിയാവിന് വേണ്ടി എങ്ങനെ മത്സരത്തോടുകൂടി, മത്സര ബുദ്ധിയോടുകൂടി എങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചോ അതുപോലെ നിങ്ങളും മത്സരിക്കുകയും ഫതുഹ്ലികകും കമാ അഹ്ലകതുഹും, ദുനിയാവ് എങ്ങനെ മുൻഗാമികൾ നശിപ്പിച്ചോ അതുപോലെ നിങ്ങളെയും നശിപ്പിക്കും, അതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞു നമുക്ക് കാണാൻ കഴിയും. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു റസൂലിനെ അവസാനമായി കാണുന്നത് അന്നാണ്. അദ്ദേഹം അതിനുശേഷം അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോയിട്ടുണ്ടാവണം.
അദ്ദേഹം ഏതായാലും അദ്ദേഹം ഈ ഹദീസ് അവസാനിപ്പിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: ഫക്കാനത്ത് ആഖിറ നദറത്തിൻ നദർതുഹ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് ഉഹുദ് മലയുടെ ചെരുവിൽ ആ മിമ്പറിൽ വെച്ചാണ് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ അവസാനമായി കണ്ടത്. എൻ്റെ അവസാന പ്രവാചകനുള്ള നോട്ടമായിരുന്നു അത് എന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ. അപ്പോൾ ഇതൊക്കെയും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനെ കുറിച്ച് റസൂല് തന്നെ സൂചിപ്പിക്കുകയും പല ഉപദേശങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും സൂചനകളിലൂടെ പല സ്വഹാബിമാർക്കും നേരിട്ടും അല്ലാതെയും സ്വന്തം മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്കും ഒക്കെ നൽകുകയും ചെയ്ത കുറേ സംഭവങ്ങളാണ് ഉദ്ധരിച്ചത്. അതുപോലെ തന്നെ ഇനിയും ചില സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർദ്ധരാത്രി ബഖീഉൽ ഗർഖദിലേക്ക്, മദീനയിലെ സഹാബിമാരെയൊക്കെ ഖബറടക്കിയ ബഖീഉൽ ഗർഖദിലേക്ക് പോയി രാത്രി അവിടെ ചെന്ന് നിസ്കരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അഥവാ റസൂലിൻ്റെ ജീവിതത്തിലെ അവസാന ഘട്ടങ്ങളിൽ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുന്ന, സഹാബിമാരോട് വിട പറയുന്നതായ പല കാര്യങ്ങളും, ഒരു വിടവാങ്ങുന്ന ഒരു മനുഷ്യൻ്റെ പല ചെയ്തികളും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം എന്നതാണ്. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ ഏത് ഘട്ടങ്ങളിലായിരുന്നാലും കൂടുതൽ നല്ല ഔത്സുക്യത്തോടു കൂടി ഇബാദത്തുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാനും നല്ലൊരു കൂട്ടായ്മയായി മുന്നോട്ട് പോകാനും നമ്മൾ ഇന്ന് പഠിച്ച പാഠങ്ങളിൽപ്പെട്ട ഒന്നുകൂടിയാണല്ലോ. ജീവിതത്തിൽ ഇസ്ലാമിൽ നമുക്ക് എന്താണോ ഒരു റോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് അത് ഭംഗിയായി നിർവഹിക്കുക, അത് നാളെ പഠിച്ചവന്റെ മുമ്പിൽ നല്ല രൂപത്തിൽ ആ ഉത്തരവാദിത്വം, ആ ചുമതല തൃപ്തികരമായ രൂപത്തിൽ ഉത്തരം പറയാൻ കഴിയുന്ന രൂപത്തിൽ നിർവഹിക്കുക. അങ്ങനെ നിർവഹിക്കാനും അങ്ങനെ ദീനിനു വേണ്ടി സേവനങ്ങൾ അർപ്പിക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹാബത്തിഹി കുല്ലി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.